Hi all, welcome to another episode of Shrutis Learning Square. Shrutis Learning Square-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് പ്രമുഖ നേതാക്കളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്കും ഞാൻ ഈ ഒരു ടോപ്പിക് കോഡിലൂടെയാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് വൺ ഗാന്ധിജിയാണ്. ഗാന്ധിജി എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം? മിക്കവർക്കും അറിയായിരിക്കും അല്ലേ? എവിടെയാണ്? രാജ്ഘട്ടാണ്. അപ്പോൾ അതിന് കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം രാജ്ഘട്ട്. അടുത്തത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം വിജയ്ഘട്ടാണ്. എവിടെയാണ്? വിജയ്ഘട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന് പറയുമ്പോൾ അവിടെ ശാസ്ത്രി, അതാണ് നമ്മുടെ കീവേഡ് കേട്ടോ. ശാസ്ത്രി എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്ന് എടുക്കുക, സയൻസ്, ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രം വിജയിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതായത് ശാസ്ത്രി എന്ന് പറയുമ്പോൾ വിജയ്, വിജയിക്കട്ടെ, അതിലെ വിജയ്. അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന് പറയുമ്പോൾ വിജയ് ഘട്ട്. അങ്ങനെ ലിങ്ക് ചെയ്യാലോ. നെക്സ്റ്റ് വൺ നോക്കാം. മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? അഭയ്ഘട്ടാണ്. ഏതാണ്? അഭയ്ഘട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. മൊറാർജി ദേശായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ദേശായി, അതായത് ഒരു ദേശം എടുക്കുക കേട്ടോ. ഒരു ദേശം, ഒരു പ്രദേശം, ആ ഒരു മീനിങ്ങിൽ. അപ്പോൾ ഒരു ദേശത്തെ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അഭയം തേടി പോവും അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് അഭയം തേടിയൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ അഭയം തേടി പോകാൻ കാരണം എന്താ? മോർ ആൾക്കാരുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആ മോറാണ് ഞാനിവിടെ മൊറാർജി ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊറാർജി ദേശായി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക, അഭയ്ഘട്ട്, അതായത് മോർ ആൾക്കാർ ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് അഭയം തേടി പോവും. ക്ലിയർ ആയല്ലോ? ഇനി തെറ്റിക്കില്ലല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. ചരൺ സിംഗ്. ചരൺ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കിസാൻ ഘട്ടാണ്. എവിടെയാണ്? കിസാൻ ഘട്ട്. അപ്പോൾ ചരൺ സിംഗും കിസാൻ ഘട്ടും കൂടി നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. ചരൺ സിംഗ് എന്ന് പറയുമ്പോൾ ചരൺ എന്നുള്ള വേർഡ് നമുക്ക് എടുക്കാം കേട്ടോ. ചരൺ, ചരൺ എന്ന് പറയുമ്പോൾ നമുക്ക് ചരലെടുക്കാമല്ലോ. ഈ മണ്ണ്, ചരൽ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആ ചരൺ എടുക്കാം, അതായത് ചരൽ. ഈ ചരൽ സാധാരണ അല്ലെങ്കിൽ മണ്ണ് നമ്മൾ ആരുടെ കാലിലാണ് കാണാറ്? കിസാൻ്റെ അല്ലേ, കൃഷിക്കാരൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാമല്ലോ. ചരൺ സിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ചരൺ സിംഗ് എന്ന് പറയുമ്പോൾ കിസാൻ ഘട്ട്. നെക്സ്റ്റ് വൺ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? നാരായൺ ഘട്ടാണ്. ഏതാണ്? നാരായൺ ഘട്ട്. അപ്പോൾ ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വേർഡിൽ നിന്ന് സാരി ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് എടുക്കുകയാണ്. സാരി ലാൽ, അതായത് ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്. അപ്പോൾ റെഡ് കളറിലുള്ള സാരി. ഈ ഒരു സാരി നരച്ചു പോയെന്ന് വിചാരിക്കുക, അതാണ് ഞാൻ നര. അപ്പോൾ നാരായണ ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നരാന്ന് മാത്രമായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? നാരായൺ ഘട്ട്. അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം? മഹാപ്രയാൺ ഘട്ട്. എവിടെയാണ്? മഹാപ്രയാൺ ഘട്ട്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 12 ഇയേഴ്സ്, 12 വർഷം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ അതൊരു മഹാപ്രയാണം തന്നെയല്ലേ. അപ്പോൾ അതും ആ പ്രയാണം, അതായത് പ്രയാൺ, അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാമല്ലോ. അതായത് കുറേ നാൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊരു ഡ്യൂറേഷനാണ്. അങ്ങനെ തന്നെയാണ് നമ്മളിവിടെ മഹാപ്രയാണായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ മഹാപ്രയാൺ ഘട്ടായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. അടുത്തത് നോക്കാം. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? ശക്തി സ്ഥലാണ്. ഏതാണ്? ശക്തി സ്ഥൽ. അപ്പോൾ നമുക്കറിയാം ഇന്ദിരാഗാന്ധിനെ നമ്മൾ അയൺ ലേഡി എന്നല്ലേ പറയാറ്. അപ്പോൾ അയൺ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണല്ലോ, നല്ല ശക്തിയല്ലേ. അപ്പോൾ അതും ആയിട്ട് നമുക്കൊന്ന് ലിങ്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ഏതാണ്? ശക്തി സ്ഥൽ. അടുത്തത് നോക്കാം. ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? സമതാ സ്ഥൽ. ഏതാണ്? സമതാ സ്ഥൽ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ജഗൻ്റെ സമനില തെറ്റിയെന്ന് ആലോചിച്ചാൽ മതി. ജഗ്ജീവൻ റാമിനകത്തെ ജഗ് എന്ന് പറയുന്നത് ജഗനായിട്ട് എടുത്തു. അപ്പോൾ ജഗൻ്റെ സമനില തെറ്റി. അത് നമുക്കറിയാം ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുണ്ടല്ലോ, അതിനകത്ത് ജഗൻ എന്ന് പറയുന്നത് മോഹൻലാൽ അല്ലേ. അപ്പോൾ മോഹൻലാൽ സായികുമാറിനെയൊക്കെ പൂട്ടിയിടുന്ന ഒരു രംഗം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ ജഗ്ജീവൻ റാം എന്ന് പറയുമ്പോൾ സമതാ സ്ഥൽ കേട്ടോ. അപ്പോൾ ജഗ് എന്ന് പറയുമ്പോൾ ജഗൻ ആലോചിക്കുക, ജഗൻ്റെ സമനില തെറ്റി. നെക്സ്റ്റ് വൺ നോക്കാം. ദേവിലാൽ. ദേവിലാലിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സംഘർഷ് സ്ഥലാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ദേവിലാൽ എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ദേവി അല്ലെങ്കിൽ ദൈവം എടുക്കാം
കേട്ടോ. അപ്പോൾ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാമല്ലോ. അപ്പോൾ ദേവിലാൽ എന്ന് പറയുമ്പോൾ സംഘർഷ് സ്ഥൽ. അടുത്ത് നോക്കാം, ശങ്കർ ദയാൽ ശർമ്മയും അതേപോലെ തന്നെ സെയിൽ സിംഗും. ശങ്കർ ദയാൽ ശർമ്മയും അതേപോലെ തന്നെ സെയിൽ സിംഗും ഇവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏകതാ സ്ഥലാണ്. ഏതാണ്? ഏകതാ സ്ഥൽ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ദയാൽ എന്നുള്ള വേർഡ് എടുക്കാം. ദയാൽ എന്ന് പറയുന്നത് ദയാലു. ദയാലു ആയിട്ടുള്ള ഒരാൾ സെയിൽ ചെയ്ത് ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് മൂന്നും തമ്മിൽ കണക്ഷൻ വന്നില്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ദയാൽ എന്ന് പറയുമ്പോൾ ദയാലു എടുക്കുക. അപ്പോൾ ദയാലു ആയിട്ടുള്ള ഒരാൾ സെയിൽ ചെയ്യുക കേട്ടോ. എന്തിനാണ് സെയിൽ ചെയ്തു പോയത്? ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അയാൾ സെയിൽ ചെയ്തു പോയി. അപ്പോൾ മൂന്നെണ്ണം തമ്മിൽ കണക്ഷൻ വന്നു. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാലോ. അടുത്തത് നോക്കാം, രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? വീർഭൂമി. ഏതാണ്? വീർഭൂമി. അപ്പോൾ നമുക്കിത് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. രാജീവ് ഗാന്ധി എങ്ങനെയാണ് മരിച്ചേ? വെടിയേറ്റല്ലേ മരിച്ചേ. അപ്പോൾ അത് തന്നെ നമുക്കിവിടെ കോഡായിട്ട് എടുക്കാം. അതായത് വീരചരമം പ്രാപിച്ചാണ് മരിച്ചത്. അപ്പോൾ അതാണ് ഞാനിവിടെ വീറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീർ ഭൂമി. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? വീർഭൂമി. നെക്സ്റ്റ് വൺ നോക്കാം, നരസിംഹറാവു. നരസിംഹറാവു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? ബുദ്ധപൂർണിമ പാർക്കാണ്. എവിടെയാണ്? ബുദ്ധപൂർണിമ പാർക്ക്. ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. നരസിംഹറാവു എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് സിംഹം, അതായത് സിംഹ എന്നുള്ള വേർഡ് എടുക്കാം, സിംഹമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സിംഹം എവിടെ കാണപ്പെടുന്നത്? പാർക്കിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ സിംഹത്തിന് നല്ല ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ സിംഹം കാട്ടിലെ രാജാവായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബുദ്ധപൂർണിമ പാർക്ക്. അപ്പോൾ പാർക്കും ഇവിടെ റിലേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ബുദ്ധി, അതായത് ബുദ്ധയും റിലേറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ നോക്കാം, എ.ബി. വാജ്പേയി. എ.ബി. വാജ്പേയി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. ഏതാണ്? രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. ഇതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എ.ബി. വാജ്പേയി എന്ന് പറയുമ്പോൾ എബി എന്ന് പറയുമ്പോൾ നമുക്ക് എബി ആയിട്ട് എടുക്കാം. എബിയുടെ വാച്ച് പോയി, വാച്ച് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എവിടെയാണ് പോയതെന്നൊന്ന് ഓർത്ത് നോക്കാനൊക്കെ പറയാറില്ലേ. അതായത് സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മ. അപ്പോൾ അതായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാമല്ലോ. എബി വാജ്പേയിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. നെക്സ്റ്റ് വൺ നോക്കാം, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏതാണ്? ശാന്തിവൻ. എവിടെയാണ്? ശാന്തിവൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തെ ജവാനായിട്ട് എടുക്കാം. ജവഹർലാൽ നെഹ്റു, അതായത് ജവാൻ. അപ്പോൾ ജവാന്മാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാമല്ലോ. ശാന്തിവൻ. അതായത് ഞാനിവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാന്തിവൻ എന്ന് പറയാൻ കാര്യം. നെക്സ്റ്റ് വൺ നോക്കാം, കെ.ആർ. നാരായണൻ. എവിടെയാണ് കെ.ആർ. നാരായണൻ്റെ വരുന്നത്? കർമ്മഭൂമി, അതേപോലെ തന്നെ ഉദയഭൂമി. അപ്പോൾ ഇതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. കെ.ആർ. നാരായണൻ എന്ന് പറയുമ്പോൾ നമുക്ക് കെ.ആറും അതേപോലെ തന്നെ കർമ്മഭൂമിനകത്തും കെ.എ.ആർ. ഇല്ലേ. അപ്പോൾ അത് തമ്മിൽ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കെ.ആറും കെ.എ.ആറുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ കർമ്മഭൂമി കിട്ടി. ഇനി കെ.എ.ആർ. എന്ന് പറഞ്ഞാൽ നമുക്ക് കാറായിട്ട് എടുക്കാം, ജസ്റ്റ് ലിങ്ക് ചെയ്യാനാണ്. അപ്പോൾ കാറിൽ നമ്മൾ ഉദയം കാണാൻ വേണ്ടി പോയെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ കർമ്മഭൂമിയും അതേപോലെ തന്നെ ഉദയഭൂമിയും നമുക്ക് അങ്ങനെ ലിങ്ക് ചെയ്യാം. കർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കെ.ആറും കൂടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.